ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പായസക്കുറുക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു ചട്ടി വെച്ച ശേഷം അതിലോട്ട് സേമിയ ഇടുക. എന്നിട്ട് ഇങ്ങനെ അത് ഇളക്കി കൊടുക്കുക കേട്ടോ. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. അപ്പുറത്തൊരു പാന് വയ്ക്കുക, ഏതെങ്കിലും ഒരു പാത്രം വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് ജവ്വരി ഇടുക. ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി. ജവ്വരി ഇടുക. ഒന്ന് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒരു തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ വറുത്ത് വെച്ച നമ്മുടെ സേമിയ അതിലോട്ടിട്ട് കൊടുക്കുക. മെല്ലെ കുറച്ചീശയായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. വെള്ളമൊന്നും വേണ്ട. ആദ്യം അതൊന്ന് സെറ്റാണ് വരെ മിക്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അകപ്പെട്ട് വരട്ടെ. അതൊക്കെ ഒന്ന് റെഡിയായി തിളച്ചൊന്ന് കുറുകി നന്നായി വരണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കുറുകിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യാനുസരണം പാലെടുത്ത ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അതൊന്ന് സെറ്റാവണം. നന്നായി സെറ്റായി ഒന്ന് കുറുകണമല്ലോ. നല്ല പായസം അതിലോട്ട് ആവശ്യാനുസരണം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്ര ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഹെൽപ്പ് എന്ന രീതിയിൽ ആദംകുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവനൊന്ന് ഇളക്കി തന്നു എനിക്ക്. അതിന് ശേഷം അതൊന്ന് കുറുകി ഒരു കുറുക്ക് രൂപത്തിലായി മാറി കേട്ടോ. ഇതന്നെ ഈ സമയമാണ് സെറ്റ്. എന്നിട്ട് അതിന് ശേഷം ഒരു പാത്രത്തിൽ നമുക്ക് അതിലോട്ട് നുറുക്കി വെച്ച ആ പഴുത്ത പഴം ഒന്ന് നെയ്യൊഴിച്ച് വഴറ്റിയെടുക്കുക. അതിന് ശേഷം പിന്നെയും കുറച്ച് നെയ്യൊഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സെറ്റായ പായസക്കുറുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി അങ്ങോട്ട് നമുക്ക് വയ്ക്കാം. ഇനി അതിലോട്ട് നമുക്ക് പഴം വഴറ്റി വെച്ച പഴവും അതുപോലെ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തതും അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞങ്ങളൊക്കെ അത് ഓരോ കപ്പിലാക്കി